ഇനി നിനക്ക് ഇവള് വളരെ പ്രധാനപ്പെട്ട ആളാണ്. ചിലരുണ്ട് ഈ കല്യാണം കഴിച്ചാലും അമ്മ പറയുന്ന പോലെ കേൾക്കത്തുള്ളൂ, ചിലരുണ്ട് അപ്പം പറയുന്ന പോലെ കേൾക്കത്തുള്ളൂ. അവള് പറയും എനിക്കൊരു സാരി, ഞാൻ അമ്മയോടൊന്ന് ചോദിക്കട്ടെ ഒരു സാരി വാങ്ങിക്കണോ. അവൾക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ഇനി അമ്മയോടല്ല ചോദിക്കേണ്ടത്, നിങ്ങൾ രണ്ടുപേരും കൂടെ തീരുമാനിക്കണം. സാരി വാങ്ങിക്കണോ ഉടുപ്പ് വാങ്ങിക്കണോ നിങ്ങൾ രണ്ടും കൂടെ തീരുമാനിക്കണം. അല്ലാതെ നാട്ടുകാരല്ല തീരുമാനിക്കുന്നു. നല്ല മര്യാദയ്ക്ക് വർത്താനം പറയണം. ദേഷ്യം കൂടുതലുണ്ടോ? ഇല്ല. നിനക്കുണ്ടോ? ഇല്ല. ഒരു മര്യാദയ്ക്ക് വേണം വർത്താനം പറയാൻ. നല്ല വാക്കുകൾ പറയണം, സ്നേഹത്തോടുകൂടി പറയണം, സന്തോഷിക്കുന്ന രീതി. ഇദ്ദേഹം കയറി വരുമ്പോ എപ്പോഴും ചിരിച്ച മുഖം കാണിക്കണം. ഇവള് നല്ല ചിരിയുള്ള ഒരു പെൺകൊച്ച, ചിരിച്ച മുഖം കാണിക്കണം. നിന്റെ ഈ മീശയൊക്കെ ഇച്ചൂടെ കുറച്ചിട്ട് നല്ല ചിരിക്കുന്ന മുഖം കാണിക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അവളെപ്പോ കയറി വരുമ്പോൾ സന്തോഷത്തിന്റെ ഒരു മുഖമായിരിക്കണം നിന്റെ മുഖം. അങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ അനുഗ്രഹീതരായി ജീവിക്കുന്ന ഞങ്ങൾക്ക് കാണുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കും. നിങ്ങളുടെ അപ്പനും അമ്മയൊക്കെ ആഗ്രഹിക്കുന്നത് എന്നാണെന്നറിയാമോ? എന്റെ മക്കൾ സന്തോഷത്തിൽ കഴിയുന്നു. സന്തോഷം. നിങ്ങൾക്ക് നല്ല ജോലിയൊക്കെ കിട്ടുമ്പോൾ ജോലിയൊക്കെ നല്ലതുണ്ടാക്കിക്കൂ. സമ്പത്ത് കിട്ടുമ്പോൾ ഒരു കാര്യം ചെയ്യണം, അല്പം പൈസ മാറ്റി വെക്കണം. എന്തിനാണെന്നറിയാമോ? സുവിശേഷ വേലയ്ക്ക് കൊടുക്കണം. നിങ്ങൾക്ക് ഈ പൈസ എല്ലാം കൂടെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പൊ 50,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ 50,000ത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു 5,000 രൂപ സുവിശേഷ വേലയ്ക്ക് കൊടുക്കണം.